എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരണ്യയുടെ അച്ഛൻ അലീനയോട് ശരണ്യ ആ സത്യം തുറന്നു പറഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. നീ എന്തിനപ്പോൾ അവളോട് ഇത് പറയാൻ പോയത്? എന്തായാലും ഇനി അവൾ ഇങ്ങോട്ട് വരട്ടെ, അവളെ ഞാൻ ഈ കോളനിയിൽ കയറ്റില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അലീനേനെ കോളനിയിൽ കയറ്റില്ല എന്നൊക്കെയാണ് ശരണ്യനോട് അച്ഛൻ പറയുന്നത്. എന്നിട്ട് ശരണ്യാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അച്ഛനോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ, ശരിക്കും നിങ്ങളാണല്ലേ കുഴപ്പക്കാർ, നിങ്ങളാണുങ്ങൾ. അന്ന് പോലീസിനോടും ഞാൻ സത്യം തുറന്നു പറഞ്ഞതാണ്, ആ ചേട്ടനോട് തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളോടും ഞാൻ പറഞ്ഞതാണ്. അപ്പം നിങ്ങളെല്ലാവരും കൂടിയാണ് ആ ചേട്ടനെ പ്രതിയാക്കിയത്. ശരിക്കും കുറ്റം ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, നീ ഇത് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? അപ്പോൾ ബാക്കിയുള്ളവരും അതുപോലെ തന്നെ നീ പറയുന്നതെല്ലാം ഇങ്ങനെ പിന്നെ കള്ളാണെന്നല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, ബാക്കി 3 പേരുണ്ടല്ലോ എന്ന്, അതൊക്കെ അവർ വിശ്വസിച്ചാലല്ലേ? അതുകൊണ്ട് ഇനി നീ ഇങ്ങനെ അവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാലും അതൊന്നും തുറന്നു പറയാൻ നിൽക്കരുത്. അവർ ചോദിച്ചാൽ നീ അലീനയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ അങ്ങ് പറഞ്ഞേക്കണം. അതുപോലെ തന്നെ കോടതിയിലും സത്യം പറയരുത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നന്നാവാൻ സമ്മതിക്കില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിലും ദേഷ്യം വന്നിട്ട് ശരണ്യനോട് പറയുന്നുണ്ടായിരുന്നു, മിണ്ടാതെ അവിടെ അടങ്ങി കിടന്നോണം എന്ന് പറയും. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോകും കേട്ടോ. ഒന്നും ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അടങ്ങി അവിടെ മിണ്ടാതെ കിടന്നോണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ശിവനും രാജീവനും ഒക്കെ കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ തിരികെ ജോലിയിൽ കയറണമല്ലോ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എന്തായാലും തിരിച്ച് പോയല്ലേ പറ്റുള്ളൂ, ജോലി കളയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ശിവേട്ടൻ ജോലി റിസൈൻ ചെയ്ത് ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത്, കേസ് നടത്തണ്ടേ എന്നൊക്കെയാട്ടോ പറയുന്നത്. അപ്പോൾ അതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, അത്രയും ശമ്പളമുള്ള ഒരു ജോലി എങ്ങനെയാണ് റിസൈൻ ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഞാൻ ആ ജോലി റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല, കേസ് നടത്തണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മനു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് പറയുമ്പോൾ, മനു ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാട്ടോ കമല പറയുന്നത്. ഇനിയിപ്പോൾ അവൻ ഹരിയുടെ കാര്യത്തിലൊന്നും ചെയ്യില്ല, ഹരിനോട് അവൻ എന്തോ ദേഷ്യമുള്ള പോലെയാണ് എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു, അവനും ജോലിയുള്ള എല്ലാം ഉള്ളതല്ലേ, പിന്നെ കോടതി അതുപോലെ തന്നെ ഇത് എന്നൊക്കെ പറഞ്ഞ് അവനെ നടക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ രാജീവനും പറയുകയാണ് കേട്ടോ. എന്തായാലും ശിവേട്ടൻ ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ കമല പറയുന്ന സമയത്ത്, അപ്പോൾ ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും, ഇവിടെ ഭയങ്കര ചിലവാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. ഒരു മാസം 25,000 രൂപ കൊണ്ട് ഇവിടുത്തെ ചിലവുകളെല്ലാം നടന്നു പോകുമെന്ന്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് ഇങ്ങനെ ശിവൻ പറയൂ കേട്ടോ. കമല അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, 25,000 രൂപ ഇവിടെ മീൻ വാങ്ങിക്കാൻ തികയത്തില്ല എന്നാട്ടോ പറയുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഞാനിവിടെ നിൽക്കുന്നത്, അല്ലെങ്കിലും ഇവിടെ അത്രയും അവിടെ പോയി ജോലി ചെയ്തിട്ടാണ് ഇവിടെയുള്ള ഈ ആർഭാടങ്ങളെല്ലാം നിങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ ശിവൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എങ്ങനെ നടക്കും നോക്കുമ്പോൾ കമല പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് എടുക്കണം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ടെങ്കിൽ വിത്തെടുത്ത് കുത്തി തിന്നുന്ന പോലെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലാകെ 75 ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് 75 ലക്ഷം രൂപയെ കാണുള്ളൂ, ഒരു 50 ലക്ഷമെങ്കിലും കേസിന് വേണ്ടി ചിലവാക്കേണ്ടി വരും എന്ന് പറയുകയാണ് കേട്ടോ. ബാക്കിയുള്ളതിൻ്റെ പലിശ കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുമെങ്കിൽ ഞാനിവിടെ നിൽക്കാമെന്ന് പറയേ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു, കമലേട്ടത്തേക്ക് ഒരു മാസത്തിലൊരു 2-3 കല്യാണമെങ്കിലും വരില്ലേ എന്ന് പറയുമ്പോൾ, ചില മാസങ്ങളിൽ 5-6 കല്യാണമെങ്കിലും ഉണ്ടാവും എന്നിങ്ങനെ കമല പറയാനായിട്ട്. അപ്പോൾ ഓരോ കല്യാണത്തിനും പുതിയ സാരി എടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ രാജീവൻ. അപ്പോൾ അത് വേണമെന്ന് ഇങ്ങനെ കമല പറയുന്ന സമയത്ത്, ഒരു സാരിക്ക് ഒരു 10,000 രൂപയെങ്കിലും വേണ്ടി വരില്ലോ. രാജീവൻ ഇങ്ങനെ പറയുമ്പോൾ ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിലും ഞാൻ എൻ്റെ ജോലി കളയാനൊന്നും പോകുന്നില്ല, ജോലി ഉണ്ടായിട്ടും എനിക്ക് ഇവിടെ ചിലപ്പോൾ പട്ടിയുടെ വിലയാണ്, പിന്നെ ജോലിയും കൂടെ കളഞ്ഞ് ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തടവുകാരെ പോലെ ആയിരിക്കും ഇവിടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് കളയാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഇവരിങ്ങനെ സംസാരിച്ച് ഭയങ്കര ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. മനു വരുമ്പോൾ തന്നെ കമല ചെന്നിട്ട് ഡോറ് തുറന്നിട്ട് ചോദിക്കുന്നത്, നീ എന്താ ഇത്രയും വൈകിയത് എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പം മനു പറയുന്നുണ്ടായിരുന്നു, ഇത് കേട്ട് ഇങ്ങനെ മടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയും. അമ്മ ഒന്ന് ചോദ്യം മാറ്റി പിടിക്ക്, നീ എവിടെയായിരുന്നു, എന്താ ഇത്ര താമസിച്ചത് എന്നൊക്കെ ചോദിക്കുകയെന്ന് പറയുമ്പോൾ കമല പറയാണ്, അല്ലെങ്കിലും ഞാൻ എന്ത് ചോദിക്കുന്നതും നിനക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, അങ്ങനെയാക്കി തീർത്തതല്ലേ എന്ന് പറയേ. പിന്നീട് മനു ആണെങ്കിലും അകത്തേക്ക് അങ്ങ് നടന്നിട്ട് രാജീവൻ്റെയും ശിവൻ്റെയും അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ വലിയ ചർച്ച നടക്കുമായിരുന്നു എന്ന് തോന്നുന്നല്ലോ, എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, രാജീവനും ശിവനും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ തിരികെ ജോലിയിൽ കയറുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയട്ടെ. അപ്പോൾ കേസ് നടത്തണ്ടേ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, അതിനിങ്ങനെ ഞാനൊരു വഴി പറഞ്ഞു തരാം എന്ന് പറയാനായിട്ട്, കേസ് എന്തായാലും വക്കീൽ നോക്കിക്കോളും എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് നടത്താൻ വേണ്ടി ഒരാൾ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ ഒരു വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അമ്മയുടെ ആങ്ങളയില്ലേ രാമപുരത്ത്, അയാൾ നോക്കിക്കോളും എന്നാട്ടോ പറയുന്നത് മനു ആണെങ്കിലും. അപ്പോൾ അതാണോ അതിൻ്റെ
ശരിയെന്ന് ചോദിക്കുമ്പോൾ ശരി എന്താണെന്ന് ഞാൻ എന്തായാലും പറഞ്ഞുതരാം, ഹരിക്ക് എന്തായാലും ശിക്ഷ കിട്ടും എന്ന് പറയാണ് കേട്ടോ. അതവൻ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു കാര്യം അറിഞ്ഞു എന്ന് പറയും കേട്ടോ. രോഹിത് നിരപരാധിയാണ് എന്നിങ്ങനെ അറിഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് നിന്നോട് ആരാ പറഞ്ഞു നോക്കുമ്പോൾ എന്നോട് അലീന പറഞ്ഞതാണ്. ശരണ്യനെ അവന് ഒരു തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് ശരണ്യ അലീനയോട് പറഞ്ഞതാണെന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേ കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരെ. ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങനെ തന്നെ വരുള്ളൂ എന്നുള്ളത്, അത് അലീനയുടെ മിടുക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അവൾ ആ ശരണ്യനെ കാണാൻ പോയപ്പോഴേ ഞാനിത് പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാൻ തുടങ്ങും കേട്ടോ. കമലയ്ക്ക് അങ്ങ് ദേഷ്യം. രോഹിത് എങ്ങാലും രക്ഷപ്പെട്ടാലോ, ഇനിയിപ്പോൾ ഹരി ഇങ്ങനെ ശിക്ഷയും കിട്ടി അവിടെ കിടന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ദേഷ്യം കേട്ടോ. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ രോഹിത് രക്ഷപ്പെടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് അങ്ങ് കയറി പോവേ. അപ്പോഴും കമലയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നേ. അപ്പോൾ ശിവനാണെങ്കിലും രാജീവിനോട് ചോദിക്കുന്നുണ്ട് രോഹിത് എങ്ങാനും രക്ഷപ്പെടുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവനെങ്കിലും രക്ഷപ്പെടട്ടെ എന്നാണ് കേട്ടോ രാജീവിനും പറയുന്നത്. പിന്നീട് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രനാണെങ്കിൽ രാത്രിയാണ് കേട്ടോ സമയം. അപ്പോൾ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഗോവർദ്ധനോട് വിളിച്ചിട്ട് ചോദിക്കും നീ ഇങ്ങനെ ഉറക്കമായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല, ഉറങ്ങാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ ബാലേട്ട, എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ നാളെ ഒന്ന് ഇങ്ങോട്ട് വരണം, രോഹിത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ബാലേട്ട, നാളെ എന്നോട് ഇങ്ങനെ വക്കീലിനെ കാണാനും അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാൻ ബാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ അതൊക്കെ മാറ്റി വെച്ചിട്ട് നാളെ ഇങ്ങോട്ട് വാ, എന്തായാലും ഇവിടെ വന്നിട്ട് ഞാൻ കാര്യം പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് കേട്ടോ പോസിറ്റീവായ എന്തെങ്കിലും കാര്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേന്ന് പറയും കേട്ടോ. എന്നിട്ട് കോള് കട്ട് ചെയ്യും. നാളെ വാ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യേ. രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴും ശിവനും ഭയങ്കര നിരാശയും സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാജീവനാണെങ്കിലും ശിവനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വൈജയുടെ മകൻ നമുക്ക് അന്യനൊന്നും അല്ലല്ലോ, അവനെങ്കിലും രക്ഷപ്പെടട്ടെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് കമൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ മാത്രം ഇപ്പോൾ രക്ഷപ്പെടേണ്ട, അവനും കൂടിയാണ് ഹരീനെ കൊണ്ടുപോയി ചതിച്ചത്. എന്നിട്ട് അവൻ അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടേണ്ട, ഇതെല്ലാം ആ ബാലചന്ദ്രൻ്റെ കളിയാണ്. അലീനേനെ 2-3 തവണ ആ കോളനിയിലേക്ക് പറഞ്ഞയച്ചപ്പോഴേ ഞാനിത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചത് തന്നെയാണ്. അയാൾ വെറുതെ ഒന്നല്ല അവൾ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. രോഹിത്തിനെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അലീനേനെ അയാൾ കോളനിയിലേക്ക് വിട്ടിട്ടുള്ളത്. ഇതോടുകൂടി അലീന അയാളുടെ മകളല്ല എന്നുള്ള കാര്യം ഉറപ്പായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ രാജീവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ കമലയെടുത്ത് എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അലീന അയാളുടെ സ്വന്തം മകളാണെങ്കിൽ ആരെങ്കിലും അങ്ങനെ അവളെങ്ങനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നിർത്തിയ ആളുകളായിരുന്നല്ലോ ആ കോളനിയിലുള്ളത്. പിന്നെ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കണമെങ്കിൽ ഇങ്ങനെ അയാൾക്ക് രോഹിതിനെ രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേലക്കാരിയുടെ വേഷം കെട്ടിച്ച് വീണ്ടും അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചില്ലേ, ആരെങ്കിലും സ്വന്തം മകളെ അങ്ങനെ ജീവന് ഭീഷണി ഉള്ളപ്പോൾ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനും മാത്രം അങ്ങനെ രക്ഷപ്പെടേണ്ട, ഹരിക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ രോഹിത്തിനും കിട്ടണം എന്നൊക്കെയാണ് കേട്ടോ കമല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജീവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അലീനയോട് ശരണ്യെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ശരണ്യാണെങ്കിൽ ഇനിയിപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടും കാര്യമില്ല, അതുപോലെ തന്നെ അലീനയോട് പറഞ്ഞിട്ടും അതിലൊന്നും ഒരു കാര്യമില്ല. ശരണ്യ കോടതിയിൽ ചെന്ന് പറയണം രോഹിത് ഇങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവൻ നിരപരാധിയാണെന്നുള്ളത് ശരണ്യ കോടതിയിൽ പറഞ്ഞാൽ മാത്രമേ രോഹിത്തിനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊക്കെ രാജീവനും പറയാണ് കേട്ടോ. അപ്പോൾ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ രക്ഷപ്പെടാനല്ലേ വേണ്ടത്, നമ്മുടെ വൈജയൻ്റെ മകനല്ലേ എന്നൊക്കെ ഇങ്ങനെ രാജീവൻ പറയുന്ന സമയത്ത് കമലയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കമല പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും നീ ഇങ്ങനെ ബാലചന്ദ്രൻ്റെ അലീനയുടെ സൈഡാണെന്ന് എനിക്ക് പണ്ടേ അറിയാമെന്ന് പറയുമ്പോൾ രാജീവനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. കമലയെടുത്തേക്ക് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ പറയുന്ന സമയത്ത് കമല പറയുന്നുണ്ടായിരുന്നു കണ്ടോ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ശിവേട്ട, അതാദ്യം മനസ്സിലാക്കിക്കോ എന്ന് പറയൂട്ടോ. എന്നിട്ട് ഇങ്ങനെ രാജീവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ നിന്റെ കരണത്തടിച്ചതൊക്കെ നീ മറന്നോ എന്ന് ചോദിക്കും. അപ്പോൾ രാജീവൻ തിരിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു കമലയെടുത്തേക്ക് പിന്നെ അവിടുന്ന് ഗിഫ്റ്റ് ആണല്ലോ കിട്ടിയത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. കമലയാണെങ്കിലും ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ രാജീവന് ആദ്യം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പം മനസ്സിലായി ഇങ്ങനെ ഹരി ഇങ്ങനെ രോഹിത്തിനെ കൊണ്ടുപോയി കുടുക്കിയതാണ് എന്നുള്ളത്. അന്ന് അലീനയോട് ഇങ്ങനെ അലീനനെ റേപ്പ് ചെയ്യാൻ ഇങ്ങനെ ചെയ്ത സമയത്തും ഹരിയാണല്ലോ അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ അതുതന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹരിയാണ് തെറ്റ് ചെയ്തതെന്ന് രാജീവന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് തുറന്നു പറയുമ്പോൾ കമലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് രാജീവൻ ശിവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു
അലീനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഹരിയുടെ പേരിലുള്ള ആ പോക്സോ അങ്ങ് ഒഴിവാക്കി കിട്ടുമെന്ന് ആദ്യം ഒന്ന് ഇങ്ങനെ ശ്രമിച്ച് നോക്ക്. പോക്സോ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 10-30 വർഷം ജയിലിൽ കിടക്കേണ്ട ശിക്ഷയായിരിക്കും അത് ഒഴിവാക്കി കിട്ടിയാൽ നല്ല കാര്യമാണെന്നൊക്കെ പറയുക. അപ്പോൾ ശിവൻ അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന ബാലേന്ദ്രനുള്ള ചായയായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിറകെ കൃഷ്ണമോളും വരും കേട്ടോ. അപ്പോൾ പറയട്ടെ എന്ന് നോക്കുമ്പോൾ എന്തിനാ പേടിക്കണേന്ന് ഇങ്ങനെ അലീന ചോദിക്കുമ്പോൾ എന്താ രണ്ടുപേരും കൂടെ കുശുകുശുക്കുന്നതെന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കിന്ന് സ്കൂളിൽ പോകണം, പോയി തുടങ്ങണം അച്ഛാന്ന് ഇങ്ങനെ കൃഷ്ണമോള് പറയും കേട്ടോ. അപ്പോൾ പോയി തുടങ്ങണം, നിങ്ങൾക്ക് പേടിയായതുകൊണ്ടല്ലേ നിങ്ങൾ പോവാതിരുന്നത് എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോയിക്കോളാം, രോഹിട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അലീന ചേച്ചി എന്നോട് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ മോളെ ഇത് ഇങ്ങനെ നാട്ടുകാർക്കും അതുപോലെ തന്നെ മോളുടെ ടീച്ചേഴ്സിനും കൂട്ടുകാർക്കും ഒന്നും അറിയില്ല. അവർ ചിലപ്പോൾ നിന്നിങ്ങനെ അതുപോലെ തന്നെ നിന്നോട് ഇങ്ങനെ കമൻസ് പറയും. അപ്പോൾ അതിനുള്ള ധൈര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കുണ്ട്. ഇതുവരെ ഇങ്ങനെ രോഹിട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു എനിക്ക് ഭയങ്കര വിഷമം. ഇപ്പോൾ രോഹിട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, സത്യം അറിയാതെ അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, എനിക്കത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം കുട്ടികളായാൽ, ഇതിനാണ് ആത്മധൈര്യം എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രനാണേലും കൃഷ്ണമോൾക്കും ഒരു ഷെയ്ക്കാൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുമ്പോൾ കൃഷ്ണമോൾക്കും അങ്ങനെ സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൃഷ്ണമോൾ അവിടുന്ന് പോകുമ്പോൾ അലീനയോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ അവളോടെല്ലാം പറഞ്ഞു എന്ന്. അപ്പോൾ രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞു, അവൾക്കത് അത്രയും മതിയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യം കിട്ടിയതാണ് അവൾക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേതായാലും നന്നായി എന്നാണ് ബാലേന്ദ്രനും പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രമോ കാണിക്കാമല്ല ശിവനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ശരണ്യയുടെ വക്കീലിനെ കണ്ടിട്ട് 10-20 ലക്ഷം കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു, ശരണ്യയുടെ വക്കീൽ ഇങ്ങനെ പ്രോസിക്യൂഷൻ ഇങ്ങനെ ഏർപ്പാടാക്കിയിട്ടുള്ള വക്കീലാണ്, അതായത് സർക്കാർ ഏർപ്പാടാക്കിയിട്ടുള്ള വക്കീലാണ്. അവരിങ്ങനെ പ്രതികൾക്ക് ഇങ്ങനെ ശിക്ഷ വാങ്ങിക്കൊടുക്കാനേ ശ്രമിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൈസ കണ്ടാൽ ഇങ്ങനെ കാലുമാറാത്ത വക്കീലന്മാരുണ്ടാവും എന്നൊക്കെ കമല പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് പ്രമോലും കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ശരണ്യയുടെ വക്കീൽ പറയുന്നുണ്ടായിരുന്നു, ആ സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. 2 കാര്യങ്ങളുണ്ട്, അത് തുറന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, അത് ദോഷേ ചെയ്യുള്ളൂ. പിന്നീട് രണ്ടാമത്തെ കാര്യം അത് പിന്നെ വിമർശനത്തിന് ഇടയാക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.